ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വറ്റയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് തിരുമ്മി എടുത്തു. അത് നമുക്കൊരു പാനിലേക്ക് ഇതിട്ട് വറക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് കട്ടിയായി കല്ല് പോലെ ആവണ്ട, മറിച്ച് തിരിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇനി വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ അതും കൂടി ഇട്ടിട്ട് അതൊന്ന് നമുക്ക് ജസ്റ്റ് അതിങ്ങനെ നമ്മൾ ചട്ടകം വെച്ച് ആക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാത്രം ഒന്ന് ചെറുതായിട്ടിട്ട് ഇങ്ങനെ കുലുക്കി എല്ലായിടത്തും ഒന്ന് പറ്റണ പോലെ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിടാനുള്ളത് ഇഞ്ചിയും ഗാർലിക്കുമാണ്. അത് പേസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ നാരങ്ങ നീര് ഒരു വലിയ നാരങ്ങയുടെ നാരങ്ങ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് നാരങ്ങ നീരുണ്ടാവും. അതെല്ലാം ഒന്ന് സെറ്റായി. അത് കഴിഞ്ഞിട്ട് നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒരു ചെറിയതായിട്ട് കുറുകും. ആ കുറുകുന്ന പരുവത്തിലാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത്. നോക്കി ഇപ്പം തന്നെ ഇത് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകം അല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഏകദേശം ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു മടി പിടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അതുമാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നമസ്കാരം.